ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറേ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, ഇന്ന പോലെ ബിഗ് ബോസിൻ്റെ വിന്നർ ആരാണ് അങ്ങനെ. അപ്പം നമുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു. പിന്നെ യൂട്യൂബിലും കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ 5th പൊസിഷനിൽ ഋഷിയാണ് ബിഗ് ബോസിലെ. പിന്നെ 4th നമ്മുടെ അഭിഷേകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാലോ, ഫസ്റ്റ് വീക്കിലും തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളി. പിന്നെ ആ 2 ആഴ്ച പിടിച്ചേക്കാൻ വേണ്ടി കുറേ എന്നുവെച്ചാൽ യെല്ലോ കാർഡ് കിട്ടിയായിരുന്നല്ലോ. പിന്നെ ആ ഒരു 2 ആഴ്ച പുള്ളി ഭയങ്കര ഇതായിട്ട് സ്ലോയിലി കളിച്ചു പോയി. പിന്നീട് അത് കവർ ചെയ്ത് പിന്നെ അറിയാലോ ടിക്കറ്റ് ടു ഫിനാലെ അത് നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു. ഒരു നല്ലൊരാൾ തന്നെ. ഞാൻ അഭിഷേകിനെ ഇടയ്ക്ക് അഭിഷേക് ടോപ്പ് 3 വരെ എല്ലാവരും കരുതിയ ഒരാളായിരുന്നു. അത് 4th വന്നു. 3rd ജാസ്മിൻ ജാഫർ. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ, ജിൻഡോ ജാസ്മിൻ ആയിരുന്നല്ലോ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ജാസ്മിൻ 3rd വന്നു. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ സ്കൂളിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ 2nd അർജുൻ. കാരണം ഈ അവസാനത്തെ 2 ആഴ്ചയിൽ അദ്ദേഹത്തിനെ നല്ല രീതി ഡീഗ്രേഡ് ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യം, ഈ ഡീഗ്രേഡ് ചെയ്തിട്ട് കുറേ ആൾക്കാർക്ക് അത് മനസ്സിലാവാൻ അതാണ് മറ്റാണ് മറിച്ചതാണ് മാടയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഞാൻ പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്തുള്ള ആൾക്കാരുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ നമ്മളും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അർജുൻ ഇത്രയും ഡീഗ്രേഡ് ആയ സമയത്ത് ഞാൻ സപ്പോർട്ടായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എനിക്കാണെങ്കിൽ ജിൻഡോ വിൻ ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പം ഈ ജിൻഡോ ഫാൻസ് തന്നെയാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നുള്ള രീതിയിലാണ് പ്രചരിക്കുന്നത്. മൊത്തം കാണുമായിരിക്കാം, മറ്റുള്ള ഫാൻസുകാർ അതിൻ്റെ ഇടയിൽ കൂടെ കുത്തുന്നുണ്ടാവാം. ഓക്കെ, എന്തും ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് കുറേ ഇട്ടു. അപ്പോൾ എനിക്ക് പേഴ്സണലി കുറേ എനിക്ക് നാണമില്ലേ അവന് വേണ്ടി സപ്പോർട്ട് പിടിക്കാൻ, അതാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ കിടന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എന്താ, ഇപ്പം ടോപ്പ് 2 വന്ന് ഒരുപാട് സന്തോഷവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ വിന്നറിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ജിൻഡോയാണ്. പുള്ളി മണ്ടൻ എന്നൊരു ടാഗും ഉണ്ട്. ഇപ്പോൾ കപ്പിലേക്ക് എത്തി. ഈ ഫസ്റ്റ് സത്യം പറയാലോ, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, ജിൻഡോയുടെ ഡാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കിഴങ്ങനെയൊക്കെ ആരെങ്കിലും ബിഗ് ബോസ് അത്ര മണ്ടരാണെന്ന് കരുതിയതാണ്. പിന്നെ വെറുതെ അവിടെ ഇരിക്കുന്നത് ഇങ്ങനെ മൊണ്ണയെ പോലെ ഇരിക്കുകയായിരുന്നു ആദ്യത്തെ 2-3 ദിവസം. ഓരോരുത്തർ പറയുന്നത് അങ്ങനെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത്. ഈ BB മെറ്റീരിയൽ അല്ലെന്നും പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തത്. പിന്നെ ഒരു ചാട്ടമായിരുന്നു, ചായയുടെ കേസും പറഞ്ഞു. അടിപൊളി. ഇപ്പം എന്താ പറയുക, സത്യത്തിലാണ് ഒരുപാട് സന്തോഷം. ഇത് ഇനി TV-ക്കകത്ത് വരുമ്പോഴറിയാം എന്തൊക്കെയാണ് കറക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. പിന്നെ അർജുൻ ടോപ്പ് 2 സന്തോഷം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. ഞാനിപ്പോൾ ഒരു വലിയ ഒറ്റ ഷോട്ടിലെടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പം ഈ വലിയ പ്രിപ്പയറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമല്ല, പറയണമെന്ന് തോന്നി, അതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം, ആരൊക്കെയാണ് ഡിസർവ്, അവരുടെ എന്തൊക്കെ ക്വാളിറ്റിയാണ്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ഇടുക, നമുക്കത് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക.